യൂണിഫോം ആക്സലറേഷൻ, പിന്നെ അത് യൂണിഫോം റിട്ടാർഡേഷൻ, യൂണിഫോം ഡിക്സലറേഷൻ ആണ് ബീറ്റ. സോ അതുകൊണ്ട് ഈ എ ഡാഷിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ആൽഫ ബീറ്റ ബൈ ആൽഫ പ്ലസ് ബീറ്റ. അതിനുശേഷം ഇവിടെ ആരുണ്ട്, ടി ഉണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ വിചാരിക്കരുത് ഈ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ. അല്ല, ഇത് പല ടൈപ്പ് പ്രോബ്ലം ചോദിക്കാം അല്ലെ. ഇപ്പൊ T1 ചോദിച്ചിട്ട് Vmax ചോദിക്കാമല്ലോ, Vmax ആൽഫ T1 ബീറ്റ T2, അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി ചോദിക്കാം, മാക്സിമം വെലോസിറ്റി തന്നിട്ട് ഇതിന്റെ ആവറേജ് വെലോസിറ്റി എന്നാ ചോദിക്കാം. അങ്ങനെ പല ടൈപ്പ് പ്രോബ്ലംസ് ഇതിൽ ഫ്രെയിം ചെയ്യാൻ പറ്റും. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എല്ലാം ചോദിക്കാൻ പറ്റും. സോ അതെല്ലാം നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് സമയം കളയുന്നതിനെക്കാളും നല്ലത് ഈ ഇക്വേഷൻസ് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് വരും. അപ്പൊ നിങ്ങൾ ചില ആൾക്ക് സംശയം വരും, സാർ എന്തിനാണ് സാർ ഇത്രയും സമയം അത് ഡിറൈവ് ചെയ്യണം, അതെങ്ങനെ കിട്ടി എന്നുള്ളത് കാണിക്കുന്നത് എന്തിനാണ്? കാരണം അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് ഫിസിക്സ് ഈസി ആയി തോന്നുള്ളൂ. അങ്ങനെ പഠിക്കാത്ത കുട്ടികൾ